ഇസ്ലാമിക ഭരണം വേണോ വേണ്ടേ എന്നൊരു ചോദ്യം എന്റെ ഉള്ളിൽ ഞാൻ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം പല സർവേകളിൽ നടത്തുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് എന്താണ്? ഇസ്ലാമിക രാജ്യമാകണം എന്ന് പറയുന്ന മുസ്ലിങ്ങളെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ അങ്ങനെ പറഞ്ഞിരുന്ന ആളുകൾ ഒരു ഘട്ടം കഴിയുമ്പോൾ അവർ പറയാണ് വേണ്ട, ഇസ്ലാമിക ഭരണം വേണ്ട, അത് നമുക്കിവിടെ ജനാധിപത്യവും മതേതര സർക്കാരും മാത്രം മതി എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെയാണ് അവർക്ക് പറയാൻ കഴിയുന്നത്? അവർ കുറച്ചുകൂടി ബോധം വന്നു ആ മുസ്ലിമിന്. അവൻ ബോധത്തിൽ അവൻ ചിന്തിക്കുകയാണ്. ചിന്തിച്ചപ്പോൾ അവന് മനസ്സിലായി ശരിയാന്ന് പറയുന്നത് മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കാത്ത, എല്ലാ തരത്തിലും അവന്റെ ജീവിതത്തെ കുട്ടിച്ചോറാക്കുന്ന ഒരു സാധനമാണ്. ഉദാഹരണത്തിന് പല രാജ്യങ്ങളുണ്ട്, അതിൽ ബംഗ്ലാദേശ് ഉണ്ട്, പാകിസ്ഥാൻ ഉണ്ട്, അഫ്ഗാനിസ്ഥാൻ ഉണ്ട്, അങ്ങനെ എണ്ണിയാ തീരാത്ത രാജ്യങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ നമ്മൾ പറയുകയാണ്. അപ്പോൾ അങ്ങനെ പറയുന്ന ആ പറച്ചിൽ, അങ്ങനെ വേണ്ട, ശരിയാ ഭരണം വേണ്ട, ഇസ്ലാമിക രാജ്യം വേണ്ട, SDPI ഒക്കെ മുന്നോട്ട് വെക്കുന്ന ആ മിഷൻ 2047 തള്ളിക്കളയണം, അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യമാക്കുന്ന ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പ്രവർത്തനങ്ങൾ തള്ളിക്കളയണം എന്ന് പറയുന്ന മുസ്ലിം അതാരാണ്? അത് ബോധമുള്ള മുസ്ലിമാണ്. അപ്പൊ ഇന്ത്യയിൽ അങ്ങനെ ബോധമുള്ള മുസ്ലിങ്ങളെയാണ് നമുക്കിവിടെ സൃഷ്ടിക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത്, യഥാർത്ഥത്തിൽ ഈ മുസ്ലിം വിരുദ്ധത എന്ന് പറയുന്ന ഒരു വിഷയം അത് വലിയ ചർച്ചയായിട്ട് വരുന്നു. പ്രത്യേകിച്ച് ഈ അമ്പലം, പള്ളി ഇത് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ, ശിവലിംഗം തെരയുന്ന പരിപാടികൾ, ഇതുപോലുള്ള സംഗതികളൊക്കെ വന്നപ്പോൾ നേരിട്ട് നമ്മൾ സംഘപരിവാർ ഈ RSS നേതാക്കളുമായിട്ട് നേരിട്ട് പോയി സംസാരിക്കുന്ന പേഴ്സണൽ ആയിട്ടുള്ള സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോട് നേരിട്ട് ചോദിച്ചൊരു കാര്യമാണ്, യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് മുസ്ലിം വിരുദ്ധത ഉണ്ട് എന്നുള്ള ആരോപണം ഉണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ ഇല്ല എന്ന് മാത്രമല്ല, അവർ നമ്മളോട് ആവശ്യപ്പെടുന്നത് അത് കുറയ്ക്കാനുള്ള വഴികൾ ഞങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് നമ്മളെ സഹായിക്കാൻ കഴിയുമെന്ന് നമ്മളോട് തിരിച്ചു ചോദിക്കുകയും. അപ്പോൾ നമ്മൾ ചില വഴികൾ പറയുമ്പോൾ അവർ പറയുന്നത്, നിങ്ങൾ എന്തിനാണ് എക്സ് മുസ്ലിം എന്ന് പറഞ്ഞവിടെ പേരെടുത്തത്? നിങ്ങളൊരു നല്ലൊരു മുസ്ലിം ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നിങ്ങളെ നമ്മൾ ഏറ്റെടുത്തേനെ എന്നാണ് പറയുന്നത്. എന്നാൽ ഇവിടെ സാധാരണ പറയുന്നത് എന്താണ്? എക്സ് മുസ്ലിങ്ങളെ ഫണ്ട് ചെയ്യുന്നത് സംഘപരിവാറാണെന്നാണ്. പക്ഷേ ഞാനിവിടെ പറയുന്നതല്ല. ചിന്തിക്കുന്ന മുസ്ലിങ്ങളുണ്ട്, രാജ്യ താല്പര്യങ്ങൾ മുന്നിൽ വെക്കുന്ന മുസ്ലിങ്ങളുണ്ട്, ജനാധിപത്യ മൂല്യങ്ങളെ അഡ്രസ് ചെയ്യാൻ താല്പര്യമുള്ള മുസ്ലിങ്ങളുണ്ട്, സെക്യുലർ ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ ഏറ്റെടുക്കാൻ, അവരെ സപ്പോർട്ട് ചെയ്യാൻ, അവരെ രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി വരെ ആക്കാനുള്ള സാധ്യത കൊടുക്കാൻ, അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യം ഒരുക്കാൻ ഇവിടുത്തെ BJPക്ക് സാധിക്കും. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ അവർക്ക് കഴിയുന്നില്ല. അപ്പോൾ അവർ ഈ ഒരു കണക്ഷൻ, ആ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വഴികളെ കുറിച്ചാണ് അവരവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു കൂട്ടത്തെ ഏഴായാലും അടുപ്പിക്കില്ല ഇവിടുത്തെ സംഘപരിവാർ അല്ലെങ്കിൽ ഇവിടുത്തെ BJPക്കാർ എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ അടിവരായിട്ട് പറയുന്നത് നേരിട്ട് നമ്മൾ അവരോട് ചോദിച്ചാണ്. കാരണം ഇവിടെ പല ആളുകൾ പറയുമ്പോൾ എനിക്ക് തന്നെ സംശയം ഉണ്ടായി, ഓക്കെ, ഇനി എക്സ് മുസ്ലിങ്ങൾക്ക് എങ്ങാനും ഇവരെന്തെങ്കിലും ചെയ്യുമോ എന്നറിയാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് വെക്കുന്ന അവകാശങ്ങൾ, നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇത് അഡ്രസ് ചെയ്യാൻ എന്ത് വഴിയാണ് ഇവർക്ക് ഉള്ളത് എന്നറിയാൻ വേണ്ടി നേരിട്ട് അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം ഇതാണ്, നിങ്ങൾ ഈ പറയുന്നത് എക്സ് മുസ്ലിമിന്റെ പ്രശ്നമാണ്, നിങ്ങളിതൊരു മുസ്ലിമിന്റെ പ്രശ്നമായിട്ട്, നിങ്ങളൊരു മുസ്ലിങ്ങളുടെ വിഷയമായിട്ട്, ഒരു മുസ്ലിം ആയിരിക്കും നിങ്ങൾ ഉയർത്തിയാൽ ഇതിനകത്ത് ഞങ്ങൾക്ക് ഇടപെടാം, അല്ലാത്ത കാലത്തോളം ഇത് ഇടപെടാൻ കഴിയില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്. അപ്പോൾ നമ്മളിവിടെ ഒരു തിരിച്ചറിവിന്റെ പാതയിലാണ്. ഇന്ത്യയിൽ എക്സ് മുസ്ലിം ആവുക എന്നതിനേക്കാൾ വളരെ വാലിഡ് ആവുന്ന ഒരു കാര്യം ഇവിടെ ബോധമുള്ള മുസ്ലിം ആവുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതാണ് ആലോചിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് വരാൻ സാധിക്കുന്ന, ആ രീതിയിൽ നേതൃത്വം ഏറ്റെടുക്കാൻ കഴിയുന്ന ബോധമുള്ള മുസ്ലിങ്ങൾ ഇതുപോലെ എക്സ് മുസ്ലിം എന്ന പേരെടുത്ത് അതല്ലെങ്കിൽ ആ രീതിയിൽ എക്സ്പോഷർ ഓൾറെഡി ലഭിക്കാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള മെയിൻ സ്ട്രീം പൊളിറ്റിക്കൽ പാർട്ടീസിൽ അത്തരം മുസ്ലിങ്ങൾ ഇവിടെ നിറസാന്നിധ്യമായാൽ ഇത്തരം പാർട്ടികളെ റാഞ്ചിക്കൊണ്ടുപോയി ഇസ്ലാമിക രാജ്യം സംസ്ഥാപിക്കുക എന്ന് പറയുന്ന ആ മതലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന തീവ്രവാദികളുടെ കയ്യിലേക്ക് രാജ്യം അകപ്പെടാതെ, നമ്മുടെ മുസ്ലിം സമൂഹം അകപ്പെടാതെ അവരെ രക്ഷിക്കാൻ പോലും കഴിയുക ഈ ചിന്തിക്കുന്ന മുസ്ലിങ്ങൾക്കായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതാണ് സത്യത്തിൽ ഇനിയിപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ പുതിയൊരു ആലോചന എന്ന് പറയുന്നത് അതാണെന്നാണ് ഒറ്റവാക്കിൽ അല്ലെങ്കിൽ ഇത്രയും നീട്ടി വലിച്ചു പറഞ്ഞാലും പറയാനുള്ളത്. അതാണ് നമ്മൾ. അപ്പോൾ അത് എങ്ങനെ ചെയ്യാം എന്നുള്ള ചിന്തയിലാണ് ഇപ്പോൾ ഉള്ളത് സത്യം പറഞ്ഞാൽ. അപ്പോൾ അതിലിപ്പോൾ ഏതായാലും നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഞാൻ ഇനിയിപ്പോൾ കലിമ ചൊല്ലി മുസ്ലിമായിട്ട് നിന്നാലും അത് തക്കിയായിട്ടാണ് ആളുകൾ പറയുള്ളൂ. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്.